കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഏറെ സങ്കടത്തോടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ കണ്ടുനിന്നൊരു പ്രശ്നമായിരുന്നു നമ്മുടെ ഷിരൂരിലെ അർജുൻ്റെ കുടുംബവും മനാഫും തമ്മിലുണ്ടായ വിഷയം. നമ്മളെ സംബന്ധിച്ച് അവർ രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. കാരണം ആ ദുരന്തത്തിൻ്റെ സമയത്ത്, അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൻ്റെ സമയത്ത് ആ രണ്ടുപേരും, മനാഫും അർജുൻ്റെ കുടുംബവും നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരായിരുന്നു. അവർ തമ്മിലൊരു പ്രശ്നം വന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നമ്മൾ നോക്കി നിൽക്കുകയായിരുന്നു. അതിനെയും പലതരത്തിലുള്ള വർഗീയമായ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവന്ന ചില വൃത്തികെട്ട പരാമർശങ്ങളും അതിനിടയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ മലയാളിയുടെ ഒരു പൊതുവായ ഒരു ബോധമുണ്ടല്ലോ, ഒരു സാമാന്യ ബോധം. അതിനനുസരിച്ച് നമ്മളൊക്കെ ചിന്തിച്ചു എന്തായിരിക്കാം സംഭവിച്ചത്. ഏതായാലും ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന വിവരങ്ങളനുസരിച്ച്. ഇന്നലെ രാത്രി വന്നൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുകയാണ്. വിവാദങ്ങൾക്കെല്ലാം വിരാമമായിരിക്കുന്നു. ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ കുടുംബവും മനാഫും വീണ്ടും ഒന്നിച്ചു. കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയാണ് മനാഫ് അർജുൻ്റെ കുടുംബവുമായി സംസാരിച്ചത്. ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകില്ലെന്നും പരസ്പര സ്നേഹത്തോടെ തുടർന്നും മുന്നോട്ട് പോകുമെന്നും മനാഫ് പറഞ്ഞു. അർജുൻ്റെ സംസ്കാരം നടന്ന ദിവസങ്ങൾക്കകം മലയാളികളെയാകെ കൂടുതൽ വേദനിപ്പിച്ച സംഭവത്തിന് വിരാമമായി. ശനിയാഴ്ച വൈകിട്ട് അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തി മനാഫ് കുടുംബത്തെ കണ്ടു. പരസ്പരം സംസാരിച്ചു. തെറ്റിദ്ധാരണകൾ മാറിയതിൻ്റെ സന്തോഷത്തിൽ അർജുൻ്റെ കുടുംബവും മനാഫും സഹോദരൻ മുബീനും കൈകൊടുത്തു. ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകില്ലെന്നും പരസ്പര സ്നേഹത്തോടെ മുന്നോട്ടു പോകുമെന്നും മനാഫ് അർജുൻ്റെ കുടുംബത്തിന് ഉറപ്പു നൽകി. ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പോൾ അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത്. തന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നതെന്നും ഉയർന്നുവരുന്നത് അനാവശ്യ വിവാദങ്ങളാണെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിലെടുത്ത സൈബർ ആക്രമണ കേസിൽ നിന്നും ലോറിയുടമ മനാഫിനെ ഒഴിവാക്കും. കേസിൽ മനാഫിനെ സാക്ഷിയാക്കിയേക്കും. മനാഫിൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ പോലീസ് പരിശോധിച്ചു. കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്നതൊന്നും വീഡിയോയിൽ ഇല്ലെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. കൈരളി ന്യൂസ്, കോഴിക്കോട്.